ഇന്നലെ നീ വാക്കുമാറിയെങ്കിലും ഇന്ന് ഹർഷ എന്നെ വിളിച്ചല്ലോ. ഞാൻ വിചാരിച്ചത് നീ രവിയുടെ വീട്ടിൽ നിന്ന് ഉടനെ ഒന്നും തിരിച്ചു വരില്ലെന്നാ. ഞാൻ എന്റെ വീട് വിട്ട് ഒരു ദിവസത്തിൽ കൂടുതൽ വേറെ എവിടെങ്കിലും നിൽക്കൂ? ഓ, ഇത് തന്നെ ഞാൻ രവിയേട്ടനെ പിണക്കണ്ടാന്ന് കരുതി പോയതല്ലേ. പിന്നെ ആന്റിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് പെട്ടെന്ന് വാക്കുമാറ്റി പറയേണ്ടി വന്നതില് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. നീ പെട്ടെന്ന് രവിയുടെ പോവാന്ന് പറഞ്ഞപ്പോ എനിക്കും വിഷമം തോന്നി ഹർഷേ. ഹാ, അതൊക്കെ പോട്ടെ. ഭർത്താവിന്റെ വീട്ടിലെ വിഷു ആഘോഷം എങ്ങനെയുണ്ടായിരുന്നു ഹർഷേ? നാട്ടിൻ പുറത്തെ വിഷുവിന് എപ്പോഴും ആ പഴയ തനിമയുണ്ടല്ലോ. കൊറേ കാലത്തിന് ശേഷം പോയതുകൊണ്ട് എല്ലാവർക്കും ഒരു മതിപ്പും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മോൻ ജനിച്ചതിന്റെ ഒരു സന്തോഷം രവിയേട്ടന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. അല്ല, ആന്റി വീട്ടിൽ വിഷു ആഘോഷിച്ചില്ലേ? ഇന്ദ്രൻ പഞ്ചരത്നത്തിൽ പോയി കാണുമല്ലേ? അവൻ പഞ്ചരത്നത്തിൽ പോയെങ്കിലും ആഘോഷത്തിലൊന്നും പങ്കെടുത്തില്ല. വിഷുസദ്യ പോലും കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ കേട്ടത്. അപ്പൊ അനുപമയോ? അവള് ഇന്ദ്രന്റെ ഒപ്പം വന്നോ? ഇല്ല, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഇനി അനുപമ എന്റെ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല. അതെന്താ? അനുപമയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് ആന്റി ഇന്ദ്രനോട് പറഞ്ഞു? അല്ല, അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞില്ല, എന്നാലും ഞാൻ പറഞ്ഞു. പിന്നെ ഇന്ദ്രനുമായിട്ട് വേറെ ചില സംസാരങ്ങളും ഉണ്ടായി. അവസാനം അവൻ വീട് വിട്ടിറങ്ങിപ്പോയി. ഇനി ആരോട് യാത്ര പറയുന്നില്ല. എന്റേതെന്ന് അഹങ്കാരത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തമല്ല എന്നുള്ള തിരിച്ചറിവില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങുവാ. ആന്റി ആന്റി ഇതെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ഇങ്ങനെ പോയാ ആന്റിക്ക് ഇന്ദ്രനെ പൂർണ്ണമായി നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ. ഇന്ദ്രനെ ഒഴിവാക്കിയതുകൊണ്ട് ആന്റിക്ക് എന്ത് ലാഭം ഉണ്ടാകാൻ പോകുന്നത്? അവനെ ഞാൻ ഒഴിവാക്കിയില്ലല്ലോ ഹർഷേ. അവന്റെ ചില ചോദ്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതെന്റെ കുറ്റമാണോ? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ അവനോട് പറയുക? ഇന്ദ്രനെ എന്റെ കൂടെ എന്റെ വീട്ടിലുണ്ടാവണം തന്നെ അവനോട് പറഞ്ഞത്. പക്ഷേ അനുപമ ഉണ്ടാവരുതെന്നും പറഞ്ഞു. എനിക്കിഷ്ടമില്ലാത്തോളം ഞാനെന്തിനാ എന്റെ വീട്ടിൽ പൊറപ്പിക്കുന്നേ? അപ്പൊ ആന്റി എന്താ വിചാരിക്കുന്നത്? പെട്ടിയും തൂക്കി ഇറങ്ങിപ്പോയ ഇന്ദ്രൻ അനുപമയില്ലാതെ വീണ്ടും ആന്റിയുടെ അടുത്തേക്ക് വരുമെന്നാണോ? അതെ ഹർഷേ, അവൻ വരും. അവൻ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അത് തന്നെ എന്റെ വിശ്വാസം. ആന്റിയുടെ വിശ്വാസം ആന്റിയെ രക്ഷിക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനേ? അവസാനം ഇതിന്റെ പേരില് ബാക്കിയുള്ള മക്കളും കൂടി ആന്റി ഉപേക്ഷിച്ചു പോകാതെ നോക്കണം. എല്ലാം ഞാൻ നോക്കുന്നുണ്ട് ഹർഷേ. അവരെന്നെ വിട്ടു പോകാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവത്തിന് അർച്ചന കഴിപ്പിക്കാൻ കൂടിയാ ഞാൻ വന്നത്. നീ വാ, ബാക്കി നമുക്ക് പ്രാർത്ഥനയും പൂജയും ഒക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാം. വാ. നിങ്ങളിങ്ങ് എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു പ്രതിഭ വീട്ടിലെ വിഷു? വിഷു ഒക്കെ ആഘോഷിച്ചു, പക്ഷെ എനിക്ക് ഇവിടെ ആഘോഷിക്കുന്നതായിരുന്നു ഇഷ്ടം. എന്നെ എല്ലാരും കൂടി നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് അയച്ചില്ലേ? നിന്നെ ആര് നിർബന്ധിച്ചു? വിശേഷപ്പെട്ട ദിവസങ്ങളില് സ്വന്തം വീട്ടിൽ പോകാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ല, അനുവടുത്തി എല്ലാ വിഷുവിനും അവരുടെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ. അനുവേട്ടത്തിൽ പോകുന്നത് ഒറ്റയ്ക്കല്ലല്ലോ, ഇന്ദ്രേട്ടന്റെ കൂടെയല്ലേ. അവര് ഒരുമിച്ചല്ലേ അവിടെ നിന്ന് ആഘോഷിക്കുന്നത്. എന്റെ വീട്ടിൽ എന്റെ കൂടെ നിക്കാതെ സത്യേട്ടൻ ഇങ്ങ് പോകുന്നില്ലേ? ഓ, അതാണോ? നിനക്ക് അവിടെ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ പ്രതിഭേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. അതെ പ്രതിഭേ, സത്യേട്ടൻ കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് ഉറങ്ങിയ പോലെ ആയനെ. ശ്യാമേട്ടൻ അദ്ദേഹത്തിന്റെ അച്ഛനെയും കാണാൻ പോയി. പിന്നെ കുഞ്ഞമ്മയും ഭാനുമ്മയൊക്കെ വന്നിട്ട് പോയതാ ഒരു സന്തോഷം. അമ്മ ഹർഷയുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്തതിന്റെ കലിപ്പിലായിരുന്നു. പിന്നെ ഇന്ദ്രേട്ടന്റെ കാര്യം നിനക്കറിയാലോ, സത്യേട്ടൻ നിന്നോട് പറഞ്ഞു കാണുമല്ലോ. അനുചേച്ചി കൂടി വന്നിട്ട് ഇന്ദ്രേട്ടനെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരണം.
അത് വേണ്ട സത്യേട്ടാ. വേണം. അതിനു മുൻപ് അമ്മയുമായിട്ട് ഒന്നുകൂടെ സംസാരിക്കണം. അമ്മ ഏട്ടനെ വീട്ടിൽ കയറ്റാൻ തയ്യാറാവില്ലേ എന്ന് തുറന്നു ചോദിക്കണം. ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം. ഏട്ടാ, അമ്മ ഇവിടെ ഇല്ല സത്യേട്ടാ. സത്യേട്ടൻ പ്രതിഭയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതിന് പിന്നാലെ അമ്മ ഇവിടുന്ന് പോയി. എങ്ങോട്ട്? എപ്പോഴും പറയുന്ന പോലെ അമ്പലത്തിൽ പോവാന്നാ പറഞ്ഞേ. പക്ഷെ എനിക്കത് വിശ്വാസമില്ല. അവള് വിളിച്ചു കാണൂല്ലേ ആ ഹർഷ? ഭാവി പരിപാടികളുടെ ഗൂഢാലോചനയ്ക്ക് പോയതായിരിക്കും. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല സോനെ. ഇന്ദ്രേട്ടനെയും ഏട്ടത്തെയും ഈ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്താൻ തന്നെയാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ നമ്മൾ നമ്മുടേതായ തീരുമാനം എടുക്കും. ശ്യാമും കൂടി വരട്ടെ. അമ്മയ്ക്ക് ഇന്ദ്രേട്ടനെയും ഏട്ടത്തെയും വേണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മയും വേണ്ട.